ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. EVSലെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഹോം ആൻഡ് നെസ്റ്റ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. EVS മാത്രമല്ല, നമ്മുടെ ചാനലിൽ എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ മറ്റ് സബ്ജക്റ്റിൻ്റെ ക്ലാസ് കാണാൻ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇതാണ് EVS ഹോം ആൻഡ് നെസ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കൂ, എന്താണ് നമ്മുടെ ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത്? ഒരു ബേർഡിൽ നെസ്റ്റ്. ഹോം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് വീട്, നമ്മുടെ വീടിനെ നമ്മൾ ഹോം എന്ന് പറയും. നെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? കൂട് അല്ലേ? കൂട്. നമ്മൾ കിളികളുടെയൊക്കെ എന്താണ് കൂടിനെ നമ്മൾ പറയുന്നത് നെസ്റ്റ് എന്നാണ് പറയുക, പക്ഷികളുടെയൊക്കെ. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഒരു വീവർ ബേർഡിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? ആട്ടക്കുരുവി. നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. ദ വീവർ ബേർഡ് മേറ്റ്സ് ആട്ടക്കുരുവി ഹാഡ് എ, അതായത് വീവർ ബേർഡ് മലയാളത്തിൽ പറയുന്നതാണ് കേട്ടോ, ആട്ടക്കുരുവി. ആട്ടക്കുരുവി ഹാഡ് എ വിഷ്. ദേ വാണ്ടഡ് ടു ബിൽഡ് എ നെസ്റ്റ് ബിഫോർ ദ റെയിനി സീസൺ. എന്താണ് നമ്മുടെ വീവർ ബേർഡിന്റെ ആഗ്രഹം? അതായത് വീവർ ബേർഡ് മേറ്റ്സ് എന്ന് വെച്ചാൽ ആൺപക്ഷി ഉണ്ടാവും, പെൺപക്ഷിയും. രണ്ട് പക്ഷികളുണ്ട്, ആൺകിളിയും പെൺകിളിയും. അപ്പോൾ അവർക്കൊരു ആഗ്രഹം, വിഷ് എന്ന് വെച്ചാൽ ആഗ്രഹമാണ്. ദേ വാണ്ടഡ് ടു ബിൽഡ് എ നെസ്റ്റ് ബിഫോർ ദ റെയിനി സീസൺ. അവർക്കൊരു കൂടുണ്ടാക്കണം, അതായത് ഒരു നെസ്റ്റ് ഉണ്ടാക്കണം. എപ്പോൾ? മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പായിട്ട്. The birds climbed a tree branch. അങ്ങനെ അവർ എന്ത് ചെയ്തു? കൂടുണ്ടാക്കാനായിട്ടുള്ള ഒരു മരച്ചില്ല കണ്ടെത്തി, മരത്തിന്റെ ബ്രാഞ്ച് കണ്ടെത്തി അവിടെ കൂടുണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. The male weaver bird started building the nest. അങ്ങനെ ആൺകുരുവി അതായത് ആൺപക്ഷി എന്ത് ചെയ്തു? നെസ്റ്റ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. A beautiful nest was made within days using fibers pecked from paddy and coconut leaves. അപ്പോൾ എന്ത് വെച്ചിട്ടാണ് അവർ കൂടുണ്ടാക്കിയത്? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൂടുണ്ടാക്കി. അത് എന്ത് വെച്ചുണ്ടാക്കിയത്? കുറച്ച് ദിവസങ്ങളൊക്കെ പണിപ്പെട്ടാണ് കേട്ടോ കൂടുണ്ടാക്കുക പക്ഷികൾ. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ടല്ല കൂടുണ്ടാക്കുന്നത്, കുറേ ദിവസത്തെ അധ്വാനമാണ് ഒരു കൂടുണ്ടാക്കി മാറ്റുക എന്ന് പറയുന്നത് കേട്ടോ, പക്ഷികൾ. അപ്പോൾ എന്താണ്? നമ്മൾ വീട് കെട്ടുന്നത് അങ്ങനെ തന്നെയല്ലേ? ഒറ്റ ദിവസം കൊണ്ടാണോ? അല്ല, കുറേ ദിവസത്തെ അധ്വാനമാണ് അല്ലേ? അതേപോലെ തന്നെയാണ് പക്ഷികളുടെ ആണെങ്കിലും മറ്റ് ജീവജാലങ്ങളുടെ ആണെങ്കിലൊക്കെ കാര്യം. അവർക്ക് ആവശ്യമുള്ള നെസ്റ്റ്, അവരുടെയൊക്കെ വീടുണ്ടാക്കാൻ അല്ലെങ്കിൽ അവരുടെയൊക്കെ കൂടുണ്ടാക്കാൻ ഒരുപാട് ദിവസത്തെ അധ്വാനമാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ എന്ത് ചെയ്തു? രണ്ട് ബേർഡ്സ്, അതായത് മെയിൽ ബേർഡ് എന്ത് ചെയ്തു? കഷ്ടപ്പെട്ട് കൂടൊക്കെ ഉണ്ടാക്കി. എന്ത് വെച്ചാണ് നെസ്റ്റ് ബിൽഡ് ചെയ്തത്? ഫൈബേഴ്സ് പെക്ഡ് ഫ്രം പാഡി ആൻഡ് കോക്കനട്ട് ലീവ്സ്. കോക്കനട്ട് ലീവ്സ് വെച്ചാൽ അറിയില്ലേ? ഓല അല്ലേ? ഓലയും അതേപോലെ തന്നെ നമ്മുടെ ഫൈബേഴ്സ് പെക്ഡ് ഫ്രം പാഡി, അതേപോലെ വൈക്കോലും അതെല്ലാം വെച്ചിട്ട് അവർ എന്ത് ചെയ്തു? കൂടുണ്ടാക്കി മാറ്റി. Then the female laid eggs and they waited for the little ones to come out. അങ്ങനെ കൂടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പെൺപക്ഷി അതായത് ഫീമെയിൽ വീവർ ബേർഡ് എന്ത് ചെയ്തു? മുട്ടയിട്ടു. എന്നിട്ട് കുഞ്ഞുങ്ങൾ വിരിയാൻ വേണ്ടി കാത്തിരുന്നു. The eggs hatched and the baby birds came out. Days passed. അങ്ങനെ മുട്ടയൊക്കെ വിരിഞ്ഞു, കുഞ്ഞുങ്ങൾ പുറത്തു വന്നു, കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. The baby birds were ready to fly. അങ്ങനെ ബേബി ബേർഡ്സ് പറക്കാൻ തയ്യാറായി. കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ചിറകൊക്കെ വന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും? പക്ഷി കുഞ്ഞുങ്ങൾ പറക്കാൻ റെഡിയാവും അല്ലേ? The weaver birds and their young ones flew far away. അങ്ങനെ വീവർ ബേർഡ്സും അവരുടെ കുഞ്ഞുങ്ങളും ഒരുപാട് ദൂരത്തേക്ക് പറന്നുപോയി. ഇതാണ് ഇവിടെ പറയണത്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഇതാണ് പറയണത്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പല തരത്തിലുള്ള കൂടുകളെ കുറിച്ചും പല ബേർഡ്സ്, പല ജീവജാലങ്ങളുടെ കൂടിനെ കുറിച്ചും അതുപോലെ നമ്മൾ പലതരത്തിലുള്ള വീടുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് പേജ്. Have you seen the nest of a weaver bird? നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീവർ ബേർഡിന്റെ കൂട്? കണ്ടിട്ടുണ്ടോ? ഇവിടെ ഫസ്റ്റ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലത്തെ ഇങ്ങനത്തെ കൂടായിരിക്കും കേട്ടോ. ഇത് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. കണ്ടിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ നോ. Which all birds nest have you seen? വേറെ ഏതൊക്കെ പക്ഷികളുടെ കൂടാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്? അതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പം നിങ്ങൾ കണ്ട മറ്റ് പക്ഷികളുടെ കൂട്, ഏതൊക്കെ പക്ഷികളുടെ കൂടാണ് കണ്ടിരിക്കുന്നത്? ആ പക്ഷികളുടെ പേര് എഴുതുക. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് വുഡ് പെക്കർ, ക്രോ, പാരറ്റ് ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. കണ്ടില്ലേ? വുഡ് പെക്കറൊക്കെ ഇതുപോലെ ആയിരിക്കും. മരത്തിൽ ഹോൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? വുഡ് പെക്കറിന്റെ കൂട് ഇങ്ങനെയായിരിക്കും. അതുപോലെ കാക്ക, തത്ത. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന മറ്റ് പക്ഷികൾ, ഏതൊക്കെ പക്ഷികളെ കൂടുണ്ടാക്കുന്നതാണ് നിങ്ങൾ കണ്ടിരിക്കുന്ന ആ ബേർഡ്സിന്റെ പേര് എഴുതുക. ആർ ദ നെസ്റ്റ് ഓഫ് ഓൾ ബേർഡ്സ് സെയിം? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? എല്ലാ പക്ഷികളുടെ കൂടും കാണാൻ ഒരേപോലെയാണോ ഉണ്ടാവുക? ഒരിക്കലും അല്ല അല്ലെ? നോ. ഇവിടെ നമ്മൾ ആർ ദ നെസ്റ്റ് ഓഫ് ഓൾ ബേർഡ്സ് സെയിം, എസ് അല്ല കേട്ടോ, അത് നോ എന്ന് എഴുതണം. നോ എന്നാണ് അതിന്റെ ആൻസർ. അതായത് എസ് അല്ല, നോ. എല്ലാ പക്ഷികളുടെ കൂടും കാണാൻ ഒരേപോലെയാണോ? അല്ല, നോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഹൗ ആർ ദേ ഡിഫറെൻറ്റ്? എങ്ങനെയാണ് ആ കൂടുകൾ വ്യത്യസ്തമാവുന്നത്? ഡിഫറെൻറ്റ് ഇൻ സൈസ്, ഷേപ്പ്, മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് നെസ്റ്റ് എക്സെട്ര. അതായത് സൈസ് വ്യത്യാസമായിരിക്കും അല്ലേ, ചിലത് വലുതായിരിക്കും, ചിലത് ചെറിയ കൂടുകളായിരിക്കും. അപ്പോൾ സൈസ് വ്യത്യാസം ഉണ്ടാവും, ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ കൂടുണ്ടാക്കാൻ, നെസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, ചിലത് ഫൈബേഴ്സ്, നാരുകൾ വെച്ചായിരിക്കാം, ചിലത് എന്താണ് ചകിരി വെച്ചിട്ട്, ചിലത് എങ്ങനെയായിരിക്കും മരത്തിൽ ഹോൾ ഉണ്ടാക്കിയിട്ടായിരിക്കും. അങ്ങനെ പല പല മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബേർഡ്സ് കൂട് ബിൽഡ് ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. പല ബേർഡ്സിന്റെ കൂടുകളും ആ ബേർഡ്സിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേർ ഡസ് ദ ലാപ്വിംഗ് ബേർഡ്, തിത്തിരി പക്ഷി, ലേ എഗ്സ്. ഇതാണ് കേട്ടോ തിത്തിരി പക്ഷിന്റെ പിക്ചർ, കണ്ടില്ലേ? അപ്പൊ തിത്തിരി പക്ഷി എവിടെയാണ്, ലാപ്പ് വിങ് ബേർഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. തിത്തിരി പക്ഷി എവിടെയാണ് മുട്ടയിട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. എവിടെയാണ് മുട്ടയിട്ടിരിക്കുന്നത്? ചളിയിൽ അല്ലെങ്കിൽ മഡിലാണ് അല്ലെങ്കിൽ സോയിലാണ് മുട്ടയിടുന്നത് അല്ലെ. ഇവിടെ കൂടല്ല ബിൽഡ് ചെയ്യുന്നത്. അതായത് ഈ പക്ഷി കൂട് ബിൽഡ് ചെയ്യുന്നില്ല, ഇതുപോലെ കൂട് ബിൽഡ് ചെയ്ത് നെസ്റ്റ് ബിൽഡ് ചെയ്തിട്ടല്ല മുട്ടയിടുന്നത്. പകരം നോക്കിക്കേ, മഡിലാണ്, ചളിയിലാണ് മുട്ടയിട്ടിരിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ സോയിലില്. There are many type of birds that build nest in trees, shrubs, hollows in tree trunks and soil. കണ്ടോ സോയിൽ. അപ്പൊ സോയിൽ മുട്ടയിടുന്ന പക്ഷി ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ലേ? ഏത് ബേർഡാ? ലാപ്പ് വിങ് ബേർഡ്, തിത്തിരി പക്ഷി. ലാപ്പ് വിങ് ബേർഡ് എവിടെയാണ് മുട്ടയിടുന്നത്? സോയില്, SOIL, സോയിൽ. അപ്പൊ അത് എഴുതുക, എവിടെയാണ് മുട്ടയിടുന്നത്? സോയിൽ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ബേർഡ്സ് എവിടെയൊക്കെയാണ്, ബേർഡ്സ് ദാറ്റ് ബിൽഡ് നെസ്റ്റ് ഇൻ, എവിടെയൊക്കെയാണ് കൂട് കെട്ടുന്നത്, എവിടെയൊക്കെയാണ്? ട്രീസ്, ഷ്രബ്സ്. ട്രീസ് എന്ന് വെച്ചാൽ മരങ്ങളിൽ കൂട് കെട്ടും. ഷ്രബ്സ് എന്ന് വെച്ചാൽ കുറ്റിക്കാടുകളിൽ. അതേപോലെ ഹോളോസ് ഇൻ ട്രീ ട്രങ്ക്, അതുപോലെ മരത്തടികളിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അവിടെ അതിൽ മുട്ടയിടും. അത് എന്താണ് ബേർഡ്സിന്റെ നെസ്റ്റായി ബിൽഡ് ചെയ്യും. പിന്നെ സോയിലും എന്ത് ചെയ്യാറുണ്ട്, പക്ഷികൾ കൂട് കെട്ടാറുണ്ട്. സോയിൽ യൂസ് ചെയ്തിട്ടും കൂട് കെട്ടാറുണ്ട്. Why do birds build nest? എന്തിനാണ് പക്ഷികൾ കൂട് കെട്ടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? മുട്ടയിടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. To lay eggs. കുറേ കാലം അതായത് മുട്ടയിട്ടിട്ട് കുറേ കാലം ആ കൂട്ടിൽ തന്നെ ആ ബേർഡ്സ് തങ്ങുമോ? ഇല്ല. കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ആ കൂട് ഉപേക്ഷിച്ച് അവർ പറന്നു പോകും. എന്നിട്ട് അടുത്ത സമയത്ത് ഇതുപോലെ എഗ് ലേ ചെയ്യുമ്പോൾ ഇതേപോലെ പുതിയതായി കൂട് കെട്ടി അതിലായിരിക്കും ബേർഡ്സ് എന്ത് ചെയ്യുക, എഗ് ലേ ചെയ്യുക. അല്ലാതെ ഒരേ കൂട്ടിൽ തന്നെ കുറേ വർഷം എന്ത് ചെയ്യില്ല, ഇരിക്കില്ല. To lay eggs, to live safely. പിന്നെന്താണ്, ഒന്നാമത്തെ കാര്യം മുട്ടയിടാൻ വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തിനും കൂടി വേണ്ടിയാണ് നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു ഓൾ ദ ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്? എല്ലാ ബേർഡ്സും നെസ്റ്റ് ബിൽഡ് ചെയ്യോ? നോ. ഒബ്സർവ് ദ ബേർഡ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി, വേർ ഡു ദേ ബിൽഡ് നെസ്റ്റ്? അപ്പൊ നമ്മുടെ ലൊക്കാലിറ്റി ചുറ്റുപരിസരം നോക്കിയിട്ട് വേർ ഡു ദേ ബിൽഡ് നെസ്റ്റ്, എവിടെയൊക്കെയാണ് ബേർഡ്സ് നെസ്റ്റ് അതായത് നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്, കൂട് കെട്ടുന്നത് എന്നാണ് ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ ബേർഡ്സ് ദാറ്റ് ബിൽഡ് നെസ്റ്റ് ഇൻ ട്രീസ് ആൻഡ് ദ ബേർഡ്സ് ദാറ്റ് ഡു നോട്ട്. ഇപ്പൊ എന്ത് ഫൈൻഡ് ചെയ്യാനാണ് പറയണത്? ചില പക്ഷികൾ കൂട് കെട്ടും, ചില പക്ഷികൾ കൂട് കെട്ടില്ല അല്ലെ. അപ്പൊ അതുപോലെ ഏതൊക്കെ പക്ഷികളാണ് മരത്തിൽ കൂട് കെട്ടുന്നത്, ഏതൊക്കെ പക്ഷികൾ കൂട് കെട്ടുന്നില്ല എന്ന് കണ്ടെത്താനാണ് പറയുന്നത്. നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് എഴുതുക, നിരീക്ഷിച്ച് എഴുതുക. ഇവിടെ കുറച്ച് ഇതുണ്ടോ, ഒരു കൂട്ടിൽ നിറയെ കിളിക്കുഞ്ഞുങ്ങളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. സം ബേർഡ്സ് ഡു നോട്ട് ബിൽഡ് നെസ്റ്റ്. ഇവിടെ ആൻസർ പറയുന്നുണ്ട്, ഇവിടുത്തെ ചോദ്യത്തിന്റെ ആൻസർ ആണ് ഈ പറയുന്നത് കേട്ടോ. എല്ലാ ബേർഡ്സും കൂട് കെട്ടു. ഡു ഓൾ ദ ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്. ഇവിടെ ചോദ്യം കണ്ടില്ലേ? അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ ചോദ്യമുണ്ട്, ചോദ്യത്തിന് ഉത്തരം ഇവിടെ കൊടുത്തിരിക്കുന്നത് സം ബേർഡ്സ് ഡു നോട്ട് ബിൽഡ് നെസ്റ്റ്. അപ്പൊ എല്ലാ ബേർഡ്സും കൂട് കെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? നോ. ചില പക്ഷികൾ കൂട് കെട്ടാറില്ല. ബട്ട് ലേ their eggs in the nest of other birds. അപ്പൊ പക്ഷെ മുട്ടയിടണം അല്ലേ. അപ്പൊ മുട്ടയിടാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു കൂട് ആവശ്യമാണ് ബേർഡ്സിന്. അപ്പൊ അത് എന്ത് ചെയ്യും? മറ്റു പക്ഷികളുടെ കൂട്ടിൽ പോയിട്ടാണ് മുട്ടയിടുക. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. The cuckoo laying its egg in the crow's nest is an example for the dependence on other birds. Collect more information. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഏതാണ്? നമ്മുടെ കുക്കു അല്ലെ, കുയിൽ എവിടെയാണ് മുട്ടയിടുക? കാക്കയുടെ കൂട്ടിലാണ്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ് അല്ലെ, കാക്ക കൂട്ടിലാണ് ആര് മുട്ടയിടുക? കുയിൽ മുട്ടയിടുക. അപ്പോൾ അതെന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യുന്നു മറ്റു ബേർഡ്സിനെ, എന്ത് ചെയ്യുന്നു? മറ്റുള്ള ബേർഡ്സിന്റെ കൂടുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ബേർഡാണ് കുക്കു എന്ന് പറയുന്നത്. അത് കുയിൽ മുട്ടയിടുന്നത് ആരുടെ നെസ്റ്റിലാണ്? ക്രോസിന്റെ നെസ്റ്റിലാണ് കുക്കു എന്ത് ചെയ്യുക? മുട്ടയിടുക. അതായത് കുയിൽ മുട്ടയിടുന്നത്.
ഡു ഓൺലി ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്? അപ്പൊ അടുത്ത ചോദ്യം എന്താണ്? പക്ഷികൾ മാത്രമാണോ കൂട് കെട്ടുന്നത്? നോ. ആൻസർ എന്താണ്? നോ, ഒരിക്കലും അല്ല അല്ലെ. ലുക്ക് അറ്റ് ദ പിക്ചർ. താഴത്തെ ചിത്രം നോക്കിക്കേ, ഈ ചിത്രം നോക്കൂ. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ആന്തിൽ. ഇതൊരു തരത്തിലുള്ള ആന്തിലാണ്. ആന്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ചിതലിനെയൊക്കെ നമ്മൾ ആന്തിൽ എന്ന് പറയും. ആൻസ് ബിൽഡ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെസ്റ്റ്. അടുത്ത പറഞ്ഞ ആൻസ് എന്താണ്? ഉറുമ്പ് അല്ലെ. ആൻസ് ബിൽഡ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെസ്റ്റ്. ഉറുമ്പുകൾ പല തരത്തിലുള്ള കൂടുകൾ കെട്ടാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ്? മരത്തടികളിൽ ഉറുമ്പുകൾ കൂട് കെട്ടിയിട്ടുണ്ടാവും. അതുപോലെ ഇലകളൊക്കെ ചുരുട്ടിയിട്ട് അത് അങ്ങനെയുള്ള കൂടുകൾ, ഉറുമ്പുകളുടെ കൂട് കണ്ടിട്ടുണ്ടാവും. ദേ ബിൽഡ് നെസ്റ്റ് നോട്ട് ഓൺലി ഇൻ ദ സോയിൽ ബട്ട് ഓൾസോ ബൈ ജോയിനിങ് ലീവ്സ്. അതുപോലെ മണ്ണിലും ഉറുമ്പുകൾ കൂട് കെട്ടും. മണ്ണിൽ മാത്രമല്ല കൂട് കെട്ടുക, ബട്ട് ഓൾസോ ബൈ ജോയിനിങ് ലീവ്സ് ടുഗദർ ആൻഡ് ബൈ ഡ്രില്ലിംഗ് വുഡ്സ്. നമ്മൾ കണ്ട കാര്യമായിരിക്കും. അതായത് ഇലകൾ ജോയിൻ ചെയ്തിട്ട് ഉറുമ്പുകൾ കൂട് കെട്ടും. അതുപോലെ വുഡ്, മരത്തടികളിലും എന്ത് ചെയ്യാറുണ്ട്? ഉറുമ്പുകൾ കൂട് കെട്ടാറുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൻഡ് നെസ്റ്റ്. അപ്പോൾ പല ഉറുമ്പുകളുടെ പല തരത്തിലുള്ള കൂടുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ഡ്രില്ലിംഗ് വുഡ് പറഞ്ഞാൽ ഇതുപോലെ ഈ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ. പിന്നെ സോയിൽ ഉറുമ്പുകൾ കൂട് കെട്ടിയിരിക്കുന്നതാണിത്. അതുപോലെ ഇലകൾ ജോയിൻ ചെയ്തിട്ട് കൂട് കെട്ടിയിരിക്കുന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത്. വാട്ട് ആർ ദ ക്രിയേച്ചേഴ്സ് അറൗണ്ട് യു ബിൽഡ് നെസ്റ്റ്? അപ്പൊ നിങ്ങൾക്ക് ചുറ്റുള്ള വേറെ ഏതൊക്കെ ജീവികളാണ് കൂട് കെട്ടാറുള്ളത് എന്നാണ് ഇവിടെ ചോദ്യം. ഡു ദേ യൂസ് ദ സെയിം മെറ്റീരിയൽ ടു ബിൽഡ് നെസ്റ്റ്? എല്ലാ ആ ജീവികളും ഒരേ മെറ്റീരിയൽസ്, ഒരേ വസ്തുക്കൾ ഉപയോഗിച്ചാണോ കൂട് കെട്ടുന്നത്? അല്ല, നോ അല്ലേ. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ്. ഈ ടേബിൾ അത് വെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്ത ക്രിയേച്ചർ, ജീവികളുടെ പേര് എഴുതുക. ആ ജീവികൾ കൂട് കെട്ടാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്, വസ്തു എന്താണ്, അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ടെർമൈറ്റ് എന്ന് വെച്ചാൽ ചിതല് കൂട് കെട്ടുന്നത് എന്താണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്ത് വെച്ചിട്ടായിരിക്കും? മണ്ണ് വെച്ചിട്ടാണ് കൂട് കെട്ടുക അല്ലെ, സോയില്. അടുത്തത് വാസ്പ് എന്ത് വെച്ചാൽ കൂട് കെട്ടുക? പൾപ്പ്, സലൈവ, സോയിൽ വെച്ചിട്ടാണ് കെട്ടുന്നത്. ഹണീബി കെട്ടുന്നത് സെൽഫ് പ്രൊഡ്യൂസ്ഡ് ബാഗ്സ് വെച്ചിട്ടാണ് കെട്ടുക. അതിന്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു മെഴുകു രൂപത്തിലൊരു വസ്തു വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഹണീബി പറഞ്ഞാൽ തേനീച്ചയാണ്. തേനീച്ചകൾ കൂട് കെട്ടുന്നത്. പിന്നെ റാബിറ്റ്, ലീവ്സ്, ഡ്രൈ ട്വിഗ്സ് ചെറിയ ചെറിയ കമ്പുകൾ, അതിനെയാണ് നമ്മൾ ഡ്രൈ ട്വിഗ്സ് എന്ന് പറയുക. പിന്നെ ഫൈബേഴ്സ്, നാരുകളൊക്കെ ഉപയോഗിച്ചിട്ട്. പിന്നെ നമ്മൾ മണ്ണിന്റെ അടിയിൽ മാളം ഉണ്ടാക്കിയിട്ടും റാബിറ്റ് ചെയ്യാറുണ്ട്, മാളം ബിൽഡ് ചെയ്യാറുണ്ട്. ഡ്രൈ ട്വിഗ്സ്, ഫൈബേഴ്സ്, വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട്. ഈഗിൾ ട്വിഗ്സ്, സ്റ്റിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട്. വീവർ ബേർഡ് ലീവ്സ്, ഫൈബേഴ്സ്, ക്ലേ. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ്. കൂടെ കുറച്ച് ക്രിയേച്ചേഴ്സിന്റെ പേരും ആ ക്രിയേച്ചേഴ്സിന്റെ നെസ്റ്റിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. ക്രോന്റെ നെസ്റ്റിലേക്ക് മാച്ച് ചെയ്യുക. ആൻഡ്, ഹണീബി, പോട്ടർ വാസ്പ്. ഇതൊക്കെ നമ്മൾ ചില മതിലുകള് അല്ലെങ്കിൽ വീടുകളിലൊക്കെ കാണുന്ന ഒരു കൂടാണിത്. വളരെ ചെറിയൊരു ഒരു ചെറിയൊരു പ്രാണിയാണത്, പോട്ടർ വാസ്പ്. അവർ ഹൗസസ്. നെക്സ്റ്റ് ടോപ്പിക്, അവർ ഹൗസസ്. വൈ ഡു വി ബിൽഡ് നെസ്റ്റ്? എന്തിനാണ് നമ്മൾ അടുത്ത് നമ്മൾ ഹൗസിനെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞ നെസ്റ്റ്, കൂടിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. പക്ഷികളുടെ കൂടിനെ കുറിച്ചും മറ്റ് ക്രിയേച്ചേഴ്സിന്റെ നെസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം വീടിനെ കുറിച്ച്. അതായത് നമ്മൾ എന്തിനാണ് വീട് കെട്ടുന്നത്, മനുഷ്യർ എന്തിനു വീട് കെട്ടുന്നു, ഹൗസ് എന്തിനാണ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. വൈ ഡു വി ബിൽഡ് ഹൗസ്? എന്തിനാണ് നമ്മൾ വീട് കെട്ടുന്നത്? ഫോർ എ സേഫ് ലിവിങ്, സേഫ് ആയിട്ട്, അതായത് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അല്ലെ, സേഫ് ആയി കഴിയാൻ വേണ്ടിയിട്ട്. ഫോർ കീപ്പിംഗ് അസ് അവേ ഫ്രം റെയിൻ ആൻഡ് സൺലൈറ്റ്, മഴയിൽ നിന്നും അതുപോലെ സൂര്യന്റെ ചൂടിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ സേഫ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ട്. ടു പ്രൊട്ടക്ട് അവർ സെൽഫ് ഫ്രം ഹാംഫുൾ ക്രിയേച്ചേഴ്സ്. അതുപോലെ എന്താണ്, ഒരുപാട് നമുക്ക് ഒരുപാട് വിഷാംശമുള്ള ജീവികളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? വീട് ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട്. എ ഫാമിലി ക്യാൻ ലിവ് ടുഗദർ ഇൻ എ ഹൗസ്. അതുപോലെ എന്താണ്, ഒന്നിച്ചോ അല്ല ഒരു ഫാമിലി ആയിട്ട് താമസിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വീട് കെട്ടുന്നു. അപ്പൊ എന്തിനൊക്കെയാണ് വീട് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ്. വാട്ട് ടൈപ്പ് ഓഫ് ഹൗസസ് ഡു വി മേക്ക്? ഏതൊക്കെ തരത്തിലുള്ള ഹൗസ് ഉണ്ട് എന്നാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ഹൗസസ്. പല തരത്തിലുള്ള വീടുകളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എത്ര ചിത്രമുണ്ട്? 6 തരത്തിലുള്ള വീടുകളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ട് the materials used for the construction of each house? അപ്പോൾ ഓരോ തരത്തിലുള്ള ഹൗസിനും എന്തൊക്കെ മെറ്റീരിയൽസ്, അത് കെട്ടാൻ വേണ്ടി എന്തൊക്കെ വസ്തുക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ പിക്ചർ ഇതാ അല്ലെ. അപ്പോൾ ഒന്നാമത്തെ പിക്ചറിൽ വോൾ എന്ന് വെച്ചാൽ ചുവര് കെട്ടാൻ, അതായത് ചുവര് കെട്ടാനും, റൂഫ് എന്ന് വെച്ചാൽ മേൽക്കൂര, ഈ മേൽഭാഗം ബിൽഡ് ചെയ്യാനും എന്തൊക്കെ വസ്തുക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ പിക്ചറിൽ ബ്രിക്സും, അതുപോലെ റൂഫ് ബിൽഡ് ചെയ്യുന്നത് ഗ്രാസ്. രണ്ടാമത്തേത് മഡ്, റൂഫ് പാം ലീവ്സ്. എന്താണ്, നമ്മൾ പാം ലീവ്സ് വെച്ചിട്ടാണ്, കണ്ടില്ലേ, പാം ലീവ്സ് ആണ്. അടുത്തത് സിമെന്റ് ഓർ ബ്രിക്സ്, റൂഫ് കോൺക്രീറ്റ് ആണ്. നാലാമത്തെ സ്റ്റോൺ ഓർ ബ്രിക്സ്, റൂഫ് വന്നിട്ട് ക്ലേ ടൈൽസ്, ഓട് എന്നൊക്കെ പറയും നമ്മൾ, ഓടാണിത് അല്ലെങ്കിൽ ക്ലേ ടൈൽസ് എന്ന് പറയും. അഞ്ചാമത്തത്
ബാംബു wall build ചെയ്തിരിക്കുന്നത് ബാംബു വെച്ചിട്ട് മുള വെച്ചിട്ട് റൂഫ് ബിൽഡ് ചെയ്തിരിക്കുന്നത് വുഡ് വെച്ചിട്ട് ആറാമത്തെ ചിത്രം സിമെന്റ് ഓർ സ്റ്റോൺ വെച്ചിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത് wall റൂഫിംഗ് ഷീറ്റ്സ് അപ്പൊ പല തരത്തിലുള്ള വീടുകളാണ് അപ്പൊ പല പല വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് അല്ലേ അനലൈസ് എ ടേബിൾ ആൻഡ് നോട്ട് ഡൗൺ യുവർ ഫൈൻഡിങ്സ് why are different materials used to build a house അപ്പോൾ ഒരു വീട് കെട്ടാൻ ഒരൊറ്റ മെറ്റീരിയൽ മതിയോ പോരാ ഡിഫറെന്റ് മെറ്റീരിയൽസ് വേണം അല്ലേ അപ്പൊ അതാണ് ചോദ്യം എന്തിനാണ് അങ്ങനെ പല തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഡിഫറെന്റ് മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഫോർ ബിൽഡിംഗ് ഹൗസസ് അക്കോർഡിംഗ് ടു ദ ക്ലൈമറ്റ് ആൻഡ് അവൈലബിലിറ്റി എന്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ വീട് കെട്ടാനും ഒരേ മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത് അല്ല പല തരത്തിലുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ചാൽ ഓരോ പ്രദേശത്തും ഓരോ തരത്തിലുള്ള ക്ലൈമറ്റ് ആയിരിക്കും അല്ലേ അതായത് കാലാവസ്ഥ വ്യത്യാസം ഉണ്ടാവും അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള വീടുകളായിരിക്കും അവിടെ ബിൽഡ് ചെയ്യുക അതേപോലെ തന്നെ മെറ്റീരിയൽസ് നമ്മൾ ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാ സ്ഥലത്തിലും എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയിരിക്കില്ല അപ്പൊ അവിടെ അവൈലബിൾ ആവുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക അവിടെ വീട് ബിൽഡ് ചെയ്യുന്നത് അല്ലെ വീട് പണിയുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്താവുന്നത് ഡിഫറെന്റ് മെറ്റീരിയൽസ് ആവുന്നത് എല്ലാ വീടുകൾക്കും അല്ലെങ്കിൽ എല്ലാ വീടും ഒരേ മെറ്റീരിയൽസ് ഉപയോഗിക്കാത്തതിന്റെ കാരണം അടുത്ത ടോപ്പിക് മെനി ജോബ്സ് പലതരത്തിലുള്ള ജോലികൾ the different jobs associated with the construction houses are indicated in the pictures what are they write them down അപ്പോൾ ഒരു വീട് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ വീട് പണിയാൻ ഒരൊറ്റ ജോബ് അല്ലെങ്കിൽ ഒരൊറ്റ ജോലിക്കാരാണോ ഉള്ളത് അല്ല പല തരത്തിലുള്ള ജോലികൾ അവിടെ ഇൻക്ലൂഡ് ആവുന്നുണ്ട് അല്ലേ ഇപ്പൊ നോക്കിക്കേ ഇവിടെ നമ്മുടെ വാൾ കെട്ടുന്നത് ആരാണ് വീടിന്റെ വാൾ കെട്ടുന്നത് ആരാ മേശൻ എന്നാണ് പറയാ മേശൻ അടുത്തത് ഡോറും വിൻഡോയൊക്കെ മേക്ക് ചെയ്യുന്നത് ആരാണ് ആ വീടിന് ആവശ്യമുള്ള മരപ്പണികളെല്ലാം ചെയ്യുന്നത് ആരാ കാർപെന്റർ പിന്നെ വീട് പെയിന്റ് ചെയ്യുന്നു ആര് ചെയ്യുന്നു പെയിന്റർ അല്ലെ പിന്നെന്താണ് അവിടെയുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാ ഇലക്ട്രീഷ്യൻ അപ്പൊ ഒരു വീടിന് ആവശ്യമായിട്ടുള്ള ഏതൊക്കെ ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ പറയുന്നത് മേശൻ കാർപെന്റർ painter electrician visit a house under construction and meet the people doing different jobs ask them about the different works going on there and understand the process അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് പറയുന്നത് അതെ ഇത് കൺസ്ട്രക്ഷനിലുള്ള ഒരു വീട് വിസിറ്റ് ചെയ്യുക അതായത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട് വിസിറ്റ് ചെയ്തിട്ട് അവിടെ ഇതുപോലെ പല ജോലികളും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ അപ്പൊ അവരോട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് ഇവിടെ പറയുന്നത് അടുത്ത ടോപ്പിക് ഹൗസസ് ഓഫ് മെനി കൈൻഡ്സ് ഫ്ലാറ്റ്സ് ആർ ഹ്യൂജ് ബിൽഡിംഗ്സ് with many floors in which a lot of people can live അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലത്തെ ഫ്ലാറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഫ്ലാറ്റ് അല്ലേ ഫ്ലാറ്റിൽ നിന്ന് ഒരു ഫാമിലിയാണോ താമസിക്കുക ഒരുപാട് ഫാമിലീസ് ഒന്നിച്ച് താമസിക്കുന്ന ഒരിടമാണ് ഫ്ലാറ്റ് എന്ന് പറയുന്നത് അല്ലേ ഒരുപാട് ആൾക്കാർ ഫ്ലാറ്റിലുണ്ടാവും പിക്ചർ ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹൗസസ് ആർ ഗിവൻ ബിലോ പല തരത്തിലുള്ള വീടുകളുടെ ചിത്രമാണ് ഇവിടെ 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹൗസിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഐഡന്റിഫൈ ഗ്ലാസ് ഹൗസ് ഇതിലെ ഏതൊക്കെ ഹൗസ് ഐഡന്റിഫൈ ചെയ്യണം ഇതിൽ ഏതാണ് ഗ്ലാസ് house built on pillars igloo and 3D printed house ഏതൊക്കെ 4 തരത്തിലുള്ള വീടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 4 തരത്തിൽ ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത് ഇതിൽ ഏതാണ് ഗ്ലാസ് ഹൗസ് ഇവിടെ ചിത്രം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ ഫുൾ ഗ്ലാസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് ഗ്ലാസ് ഹൗസ് എന്ന് പറയുന്നത് ഹൗസ് ബിൽഡ് ഓൺ പില്ലേഴ്സ് എന്ന് വെച്ചാൽ പില്ലറിന്റെ മേലെ വീട് കെട്ടുന്നത് അതായത് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയയിലൊക്കെയാണ് ഇങ്ങനത്തെ വീടുകൾ കെട്ടുക ഹൗസ് ബിൽഡ് ഓൺ പില്ലേഴ്സ് ഇത് ഒന്നാമത്തെ ചിത്രമാണ് അത് അടുത്ത ഇഗ്ലൂ മഞ്ഞുള്ള പ്രദേശത്ത് കിട്ടുന്നതാണ് ഇഗ്ലൂ എന്ന് പറയുന്നത് ഇതാണ് ഇഗ്ലൂ അത് 3D പ്രിന്റഡ് ഹൗസ് ഇതാണ് 3D പ്രിന്റഡ് ഹൗസ് നാലാമത്തെ അടുത്ത ചോദ്യം വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ഹൗസ് അപ്പൊ ഈ 4 ഹൗസിന്റെയും പ്രത്യേകതകൾ എഴുതാനാണ് പറയുന്നത് ആദ്യം ഒന്നാമത്തെ ഹൗസ് ബിൽഡ് ഓൺ പില്ലേഴ്സ് ഹൗസ് ബിൽഡ് ഇൻ ഫ്ലഡ് പ്രോൺ ഏരിയസ് അത് നമുക്ക് പെട്ടെന്ന് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുന്ന ഏരിയസിലാണ് ഇത്തരം ഹൗസുകൾ ബിൽഡ് എ ഹൗസ് ഓൺ എ വുഡൻ ആൻഡ് കോൺക്രീറ്റ് പില്ലേഴ്സ് അപ്പൊ എന്തിലാണ് ബിൽഡ് ചെയ്യുക ചില പ്രദേശങ്ങളിൽ മരത്തിന്റെ പില്ലേഴ്സ് അല്ലെങ്കിൽ കോൺക്രീറ്റ് പില്ലേഴ്സിന് മേലെയാണ് ബിൽഡ് ചെയ്യുക such houses will be small and expensive ചെറിയ വീടുകളാണെങ്കിലും അതെന്തായിരിക്കും എക്സ്പെൻസീവ് ഒരുപാട് കാശ് ചെലവുള്ള കാര്യമാണ് എക്സ്പെൻസീവ് ആണ് ഹൗസ് ബിൽഡ് ഓൺ പില്ലേഴ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഗ്ലാസ് ഇസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് സച്ച് ഹൗസസ് ഇത്തരത്തിലുള്ള വീടുകൾ ഉണ്ടാക്കാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ് ഗ്ലാസ് ആണ് ദിസ് ഹൗസ് ഓഫർ എ ഗുഡ് ഔട്ട്സൈഡ് വ്യൂ അപ്പോൾ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ പുറം ഔട്ട്സൈഡ് കംപ്ലീറ്റ് കാണും ഔട്ട്സൈഡ് നോക്കുമ്പോൾ ഇൻസൈഡും കാണും അല്ലേ അങ്ങനെയായിരിക്കും അപ്പൊ എന്താ നല്ലൊരു വ്യൂ കിട്ടും നല്ലൊരു വ്യൂ ആയിരിക്കും ദിസ് ഹൗസ് വിൽ റിസീവ് എ ലോട്ട് ഓഫ് ലൈറ്റ് അതുപോലെ പുറത്തുനിന്നുള്ള ലൈറ്റ് ഒക്കെ നന്നായി കിട്ടും സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഇഗ്ലൂ മൂന്നാമത്തെ ഹൗസ് ഇഗ്ലൂ അല്ലേ ഇവിടെ ചിത്രത്തിലുണ്ട് ഇഗ്ലൂ അപ്പൊ ഇഗ്ലൂവിന്റെ പ്രത്യേകത എന്താ ഹൗസസ് ഫൗണ്ട് ഇൻ സ്നോവി ഏരിയ മഞ്ഞ് പ്രദേശങ്ങളിലാണ് ഇത്തരം വീടുകൾ കിട്ടുക ഇഗ്ലൂസ് ആർ ഹൗസ് മെയ്ഡ് ഓഫ് ഐസ് ബ്ലോക്സ് ഉപയോഗിച്ചിട്ടാണ് ഇഗ്ലൂസ് ബിൽഡ് ചെയ്യുന്നത് ഇഗ്ലൂസ് ആർ ദ വിന്റർ ഹോംസ് ഓഫ് എസ്കിമോസ് അതായത് മഞ്ഞ് പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് എസ്കിമോസ് എന്ന് പറയുന്നത് അപ്പൊ എസ്കിമോസിന്റെ എന്താണ് വിന്റർ ഹോംസ് ആണ് ഇഗ്ലൂസ് എന്ന് പറയുന്നത് തണുപ്പ് കാലങ്ങളിൽ അവർ ബിൽഡ് ചെയ്യുന്ന ഹൗസ് 3D
printed house. House made of 3D prints. House can be built in a short time. വളരെ കുറച്ച് സമയം കൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൗസ് ആണ് 3D printed house. Houses can be built at a lower cost. വളരെ lower cost ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് 3D printed house. Houses should be constructed keeping in mind the climate of each region, the peculiarity of the location, availability of resources, security and the number of family members. The growth in technology has brought about big changes in the construction of houses. അപ്പോൾ houses എന്ന് പറയുന്നത് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്? നമ്മുടെ ക്ലൈമറ്റ്, ആ ഓരോ പ്രദേശത്തും എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആയിരിക്കില്ല, എല്ലാ റീജിയനിലും ഒരേ ക്ലൈമറ്റ് ആയിരിക്കില്ല. അതേപോലെ തന്നെ ആ ലൊക്കാലിറ്റീൻ്റെ പെക്യുലാരിറ്റി അറിയണം. അതേപോലെ അവൈലബിലിറ്റി, മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി അറിയണം. സെക്യൂരിറ്റി, അത് എത്രത്തോളം സുരക്ഷിതമാണ് അത്തരം വീടുകൾ എന്ന് നമുക്ക് അറിയണം. അതേപോലെ എത്ര ഫാമിലി മെമ്പേഴ്സിന് താമസിക്കാനുള്ളതായിരിക്കണം എന്നും നമുക്ക് ഒരു ഹൗസ് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ലെറ്റ്സ് ബിൽഡ് എ ഹൗസ്. നമുക്ക് വീട് പണിതാലോ? ലെറ്റ്സ് ബിൽഡ് ദ മോഡൽ ഓഫ് എ ഹൗസ്. അപ്പോൾ ഒരു വീടിന്റെ മോഡൽ ബിൽഡ് ചെയ്യാനാണ് പറയുന്നത്. എന്തുപയോഗിച്ചിട്ട്? കാർഡ്ബോർഡ്, ചാർട്ട് പേപ്പർ, ഗ്ലൂ, സിസേഴ്സ്, പേപ്പർ ആൻഡ് വാട്ടർ കളർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദിസ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? നൗ മേക്ക് എ ഹൗസ് അക്കോർഡിംഗ് ടു യുവർ ഇമാജിനേഷൻ. ഒരു വീട് കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ട് വീട് കെട്ടാനാണ് പറയുന്നത്. ഈസ് ദ ഹൗസ് ദാറ്റ് യു മേഡ് സിമിലർ ടു ദ ഹൗസ് മെയ്ഡ് ബൈ യുവർ ഫ്രണ്ട്സ്. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ട് വീട് കെട്ടിയിട്ട് എങ്ങനെയാണ്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഐഡിയാസ് ഉപയോഗിച്ചിട്ട് വീട് കെട്ടി നോക്കുക. Together we can. What are the different household chores? Household chores എന്ന് വെച്ചാൽ വീട്ടിലെ ജോലികൾ. വീട്ടിലെ ഒരുപാട് പണികൾ ഉണ്ടാവും അല്ലേ? എന്തൊക്കെയാണ്? പാത്രങ്ങൾ കഴുകാനുണ്ടാവും, അതുപോലെ കുക്ക് ചെയ്യാനുണ്ടാവും, ഫ്ലോർ ക്ലീൻ ചെയ്യാൻ, നിലം തുടയ്ക്കാനുണ്ടാവും, ക്ലോത്ത് അയൺ ചെയ്യാനുണ്ടാവും, അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് അല്ലേ? സോ വാട്ട് ചോസ് ക്യാൻ ഈച്ച് പേഴ്സൺ ഡു? അപ്പോൾ ആരൊക്കെ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്? ഇവിടെ നോക്കൂടെ അച്ഛനും അമ്മയും അതുപോലെ 2 കുട്ടികളുണ്ട് അല്ലേ? ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ചെയ്യുന്ന ജോലികളുടെ അടിസ്ഥാനത്തിൽ അവരവർ ചെയ്യുന്ന ജോലികളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യാൻ, ലൈൻസ് വെച്ച് കണക്ട് ചെയ്യുക അവരെ. അപ്പോൾ കുട്ടികളിലേക്ക് നമ്മൾ കുക്കിംഗ് കൊണ്ട് കണക്ട് ചെയ്യുമോ? ഇല്ല അല്ലെ? ചെറിയ കുട്ടികളിലേക്ക് നമ്മൾ കുക്കിംഗ് കണക്ട് ചെയ്യുക. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത് അത് കണക്ട് ചെയ്യുക. എന്തൊക്കെ ജോലികളാണ് പറയുന്നത്? സോർട്ടിങ് വേസ്റ്റ് മെറ്റീരിയൽസ് തരംതിരിക്കുന്നത്, വൈപ്പിംഗ് ഫ്ലോർ നിലം തുടയ്ക്കുക, ക്ലീനിങ് ദ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത്, റീചാർജ് ചെയ്യുന്നത് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുക, പർച്ചേസിങ് തിങ്സ് സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരിക, കുക്കിംഗ് പാചകം, റീഫില്ലിംഗ് ദ കുക്കിംഗ് ഗ്യാസ് സിലിണ്ടേഴ്സ് റീഫിൽ ചെയ്യുന്നത്, പേയിങ് ദ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുക, വാഷിംഗ് ഡിഷസ് പാത്രം കഴുകുന്നത്, അയണിങ് ക്ലോത്ത് തുണികൾ അയൺ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ആരൊക്കെയാണ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? തരം തിരിക്കുക. നെക്സ്റ്റ്, discuss your findings in the class. Shouldn't the household chores be done with the cooperation of all family members? ഇപ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയല്ലേ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് എന്നാണ്. തീർച്ചയായിട്ടും അല്ലേ? യെസ്. പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഓ യു ഹാവ് എ ഹൈ ടെമ്പറേച്ചർ, ഗെറ്റ് അപ്പ്, ലെറ്റസ് ഗോ ടു ദ ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടെ എന്താ പറയണത്? കുട്ടിക്ക് നല്ല പനിയാണ്. അപ്പം അമ്മ എന്താ പറയണത്? നല്ല ചൂടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുകയാണ്. ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ് കെയർ ടു ദോസ് ഹു ആർ സിക്ക്. അപ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്യുന്നത് നമ്മൾ എവിടെയാണ്? ഹോസ്പിറ്റൽസിലാണ്, ആശുപത്രികളിലാണ്. അപ്പോൾ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ എയ്തർ ഫുള്ളി ഓർ പാർഷ്യലി ഓണഡ് ബൈ ദ ഗവൺമെന്റ് പ്രൊവൈഡിങ് വേരിയസ് സർവീസസ് ടു പീപ്പിൾ ആർ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഗവൺമെന്റ് പലതരത്തിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എന്ന് പറയുന്നത്. പ്രൊവൈഡിങ് വേരിയസ് സർവീസ് ടു പീപ്പിൾ, അതായത് ജനങ്ങൾക്ക് പലതരത്തിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ആർ ദ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ് ആസ് ഡിഫറെന്റ് സർവീസ്? അപ്പോൾ പലതരത്തിലുള്ള പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേരാണ് ഇവിടെ എഴുതാൻ പറയുന്നത്. സ്കൂൾ എഴുതിയിട്ടുണ്ട്, ബാങ്ക് എഴുതിയിട്ടുണ്ട്, പോലീസ് സ്റ്റേഷൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് വേറെ എന്തൊക്കെ എഴുതാം? ഹോസ്പിറ്റൽ, പോസ്റ്റ് ഓഫീസ്, ലൈബ്രറീസ്, റെയിൽവേ സ്റ്റേഷൻ, ഗവൺമെന്റ് ഓഫീസസ്. വാട്ട് സർവീസ് ഡു വി ഗെറ്റ് ഫ്രം ഈച്ച് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഇൻ മൈ എൻവിറോൺമെന്റൽ സയൻസ് ഡയറി. അപ്പോൾ ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ കുറിച്ചാണ് എഴുതാൻ പറയുന്നത്. നമ്മുടെ സ്കൂളിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. സ്കൂൾ ഇസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സൊസൈറ്റി ടു അക്കംപ്ലിഷ് ഇറ്റ്സ് ഗോൾ, എ പ്ലേസ് വെർ ചിൽഡ്രൻ ഗോ ടു എഡ്യൂക്കേറ്റഡ്. Hospital, an institution providing medical and surgical treatment and nursing care for sick or injured people. Railway station, providing public transport and carrying goods from one place to other place. Visit a public institution nearby your school. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വിസിറ്റ് ചെയ്യുക. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്രിപ്പയർ ക്വസ്റ്റ്നെയേഴ്സ് ബിഫോർ visiting the institution to understand the service provided. Prepare a report of the information that you gathered and present into the class. The homeless and those who lost their homes. അപ്പോൾ ഇവിടെ എന്താണ്? കുറേ വീട് നഷ്ടപ്പെട്ട ആൾക്കാരെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ന്യൂ ഹൗസസ്. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ഇവിടെ ന്യൂസ് പേപ്പറിന് ഒരു ചെറിയൊരു പീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ഹോംലെസ് ആൻഡ് ദോസ് ഹു ലോസ് ദെയർ ഹൗസസ്. വീട് നഷ്ടപ്പെട്ട ആൾക്കാർ. ന്യൂ
houses will be handed over to 228 families who lost their houses in the flood. അപ്പോൾ പ്രളയത്തിൽ നഷ്ടപ്പെട്ട 228 ഫാമിലീസിന് പുതിയതായി പുതിയ വീടുകൾ കെട്ടി കൈമാറി എന്നാണ് ഇവിടെ പറയുന്നത്. The government's new project gives hope to the homeless. അപ്പോൾ വീട് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഗവൺമെന്റിന്റെ പ്രൊജക്ട് വളരെയധികം പ്രതീക്ഷ നൽകുന്നു. Various government projects and community organizations work towards realizing the dream of house for all. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത് നമ്മൾ ലാസ്റ്റ് സെക്ഷൻ, നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷൻ ലെറ്റസ് അസസ് എന്നുള്ള പോർഷനിലേക്ക് വരികയാണ്. ലെറ്റസ് അസസ്സിൽ നമുക്ക് ഓരോ 1 by 1 ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേരിയസ് വർക്ക്സ് റിലേറ്റഡ് ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ് ആർ ഗിവൻ ബിലോ. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ മെറ്റീരിയൽസ് നീഡഡ് അറ്റ് ഈച്ച് സ്റ്റേജ്. അപ്പോൾ വീട് കെട്ടുമ്പോൾ ഏതൊക്കെ വർക്കുകളാണ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ വർക്കിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, വസ്തുക്കൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഫൗണ്ടേഷൻ വർക്ക്, അതായത് വീട് കെട്ടുമ്പോൾ വോൾ കെട്ടുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഫൗണ്ടേഷൻ ചെയ്യും, തറ കെട്ടുക എന്നാണ് മലയാളത്തിൽ പറയുക. അപ്പൊ അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം? സ്റ്റോണ്, സിമെന്റ്, സാൻഡ് എക്സെട്ര. വുഡ് വർക്കിന് വുഡ്, ചിസൽസ് എന്ന് വെച്ചാൽ ഇതാണ്, ഉളി എന്നാണ് മലയാളത്തിൽ പറയുക. പിന്നെ ബിൽഡിംഗ് വോൾ കെട്ടാൻ ബ്രിക്ക്, സിമെന്റ്, സാൻഡ് എക്സെട്ര. പ്ലാസ്റ്ററിങ്ങിന് സിമെന്റ്, സാൻഡ്, വാട്ടർ എക്സെട്ര. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഒബ്സർവ് ദ ഡ്വെല്ലിംഗ് ഓഫ് ഡിഫറെന്റ് ക്രിയേച്ചേഴ്സ്. അപ്പൊ പല ജീവികളുടെയും താമസ സ്ഥലത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ്, ലിസ്റ്റ് ദം അക്കോർഡിംഗ് ടു ദ പെർട്ടിക്കുലേഴ്സ് ഗിവൻ ബിലോ. അപ്പൊ 3 കോളം ഇവിടെ ഉണ്ട്. ഫസ്റ്റ് കോളം, ദോസ് ദാറ്റ് ബിൽഡ് നെസ്റ്റ് ഓൺലി ഫോർ ലേയിങ് ദിയർ എഗ്സ് ആൻഡ് ഹാച്ചിങ് ദ ലിറ്റിൽ വൺസ്. അതായത് കൂട് കെട്ടുന്നത് മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വിരിയിക്കാനും വേണ്ടി മാത്രം കൂട് കെട്ടുന്ന ജീവികളുടെ പേര് എഴുതുക. ഏതൊക്കെയാണ്? ക്രോ, ഡോവ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രാവിനെ പറയുന്നതാണ്. ഈഗിൾ എന്ന് വെച്ചാൽ അറിയില്ലേ, പരുന്ത്. ദോസ് ഹു സ്റ്റേ, അടുത്ത കോളം, ദോസ് ഹു സ്റ്റേ ഇൻ ദ ഡ്വെല്ലിംഗ് ബിൽഡ് ബൈ ദംസെൽഫ്. സ്വയം കൂട് കെട്ടുന്ന ജീവികളുടെ പേര് ടെർമൈറ്റ് ആൻഡ് സ്പൈഡർ. അതായത് ടെർമൈറ്റ് എന്ന് വെച്ചാൽ ചിതലിനെ പറയും, ആൻഡ് ഉറുമ്പ്. സ്പൈഡർ എന്ന് വെച്ചാൽ അറിയില്ലേ, അതെ, എട്ടുകാലിയാണ്. അടുത്ത കോളം, ദോസ് ഹു ഡിപ്പെൻഡ് ഓൺ ദ ഡ്വെല്ലിംഗ് ഓഫ് അതേഴ്സ്. മറ്റു ജീവികളുടെ കൂട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരാ? കുക്കു, പറഞ്ഞല്ലേ, കുയില്. പിന്നെ ആരാണ്? പാമ്പ്, സ്നേക്ക്. മൂന്നാമത്തെ ചോദ്യം, റീഡ് ദ സിറ്റുവേഷൻസ് ഗിവൻ ബിലോ. ഇവിടെ തന്നിരിക്കുന്ന സിറ്റുവേഷൻസ് വായിക്കുക. ഒന്നാമത്തെ, മീര ആൻഡ് ഹെർ ഫ്രണ്ട്സ് ലേൺ ജോയ്ഫുള്ളി വിത്ത് ദിയർ ടീച്ചർ. മീരയും അവളുടെ കൂട്ടുകാരും ടീച്ചറിന്റെ കൂടെ വളരെ സന്തോഷത്തോടെ ജോയ്ഫുള്ളി എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. അടുത്തത്, ദ ഫാദർ ബൈസ് റൈസ്, വീറ്റ് ആൻഡ് കെറോസിൻ. അച്ഛൻ അരിയും ഗോതമ്പും മണ്ണെണ്ണയും വാങ്ങിച്ചു വന്നു. ദ മദർ ടേക്സ് ദ ഗ്രാൻഡ് ഫാദർ ഫോർ എൻ ഐ ടെസ്റ്റ്. അമ്മ ഗ്രാൻഡ് ഫാദറിനെ കൊണ്ട് എന്ത് ചെയ്തു? അമ്മ മുത്തശ്ശനെയും കൊണ്ട് ഐ ടെസ്റ്റിന് പോയി. ദ ഗ്രാൻഡ് മദർ റിസീവ് പെൻഷൻ. ഗ്രാൻഡ് മദറിന് പെൻഷൻ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് വൺ, ദ ഗാർബേജ് കളക്ടേഴ്സ് ടേക്ക് ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ഫ്രം ദ ഹൗസ്. ഗാർബേജ് കളക്ടേഴ്സ് പ്ലാസ്റ്റിക് വേസ്റ്റ്, വീട്ടിൽ വന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ് എടുത്തിട്ട് പോകും. എന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വിച്ച് ഓഫ് ദ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബീൻ യൂസ്ഫുൾ ടു മീര ആൻഡ് ഫാമിലി. മീരയ്ക്കും ഫാമിലി യൂസ് ചെയ്യുന്ന യൂസ്ഫുൾ ആവുന്ന പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഏതൊക്കെയാണ്? പഠിക്കാൻ പോകുന്നത് എവിടെയാണ്? സ്കൂളിലാണ് അല്ലേ? സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്ന. അടുത്തത്, മണ്ണെണ്ണയും അതേപോലെ തന്നെ ഗോതമ്പും അരിയൊക്കെ കിട്ടുന്ന എവിടെയാണ്? റേഷൻ ഷോപ്പില്. പിന്നെ നമ്മൾ ഐ ടെസ്റ്റിനൊക്കെ പോകുന്നത് എവിടെയായിരിക്കും? ഹോസ്പിറ്റൽ. നെക്സ്റ്റ് ബാങ്ക് വരുന്നുണ്ട്. പിന്നെ എന്താ? മുനിസിപ്പാലിറ്റി, അതായത് പെൻഷനൊക്കെ കിട്ടുന്നത് ബാങ്ക് വഴി. പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ എടുക്കുന്നത് മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ ഓർ പഞ്ചായത്ത്. ഇനി അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണ്. സ്കൂളിൽ നിന്നും പ്രൊവൈഡ് എഡ്യൂക്കേഷൻ, റേഷൻ ഷോപ്പ് പ്രൊവൈഡ് ഫുഡ് സപ്ലൈസ്, ഹോസ്പിറ്റൽ പ്രൊവൈഡ്സ് മെഡിക്കൽ കെയർ, ബാങ്ക് പ്രൊവൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ ഓർ പഞ്ചായത്ത്. ഓറാണ്. ചില ഭാഗങ്ങളിൽ മുനിസിപ്പാലിറ്റി, ചിലയിടങ്ങളിൽ കോർപ്പറേഷൻ ആയിരിക്കും, ചിലയിടങ്ങളിൽ പഞ്ചായത്ത് ആയിരിക്കും. പ്രൊവൈഡ് ക്ലീൻലെസ്, അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ അവർ എടുക്കാൻ വരില്ല വീട്ടില്, അതാണ് ഇവിടെ പറയുന്നത്. ലാസ്റ്റ്, എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്. ഫസ്റ്റ് വൺ, the dwelling of the birds and the honeybees are shown in the പിക്ചർ. അതായത് ഹണിബീസ്, തേനീച്ചിന്റെയും അതേപോലെ ബേർഡ്സിന്റെയും കൂടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം ഐഡന്റിക്കൽ. എന്താ ചോദ്യം? രണ്ടും ഒരേപോലെയാണോ? നോ. ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദി അനിമൽസ് ആൻഡ് ബേർഡ്സ് ലിവിംഗ് ആസ് എ ഗ്രൂപ്പ് ഓർ ആസ് എ സിംഗിൾ. അതായത് ഒന്നിച്ച് കൂട്ടമായിട്ട് താമസിക്കുന്ന ജീവികളും അതിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കഴിയുന്ന ജീവികളെയും ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. നോട്ട് ദം ഡൗൺ ബിലോ. ഇവിടെ എന്താണ് ഹണിബീസ് പറയുന്നത്? വി ലീവ് ആസ് എ ഗ്രൂപ്പ്, ദിസ് ഈസ് അവർ dwelling. ഞങ്ങൾ കൂട്ടമായിട്ട്, നമുക്കറിയാം തേനീച്ച ഒറ്റയ്ക്കാണോ താമസിക്കുക? അല്ല, ഒരു കൂട്ടമായിട്ടാണ് താമസിക്കുക, അല്ലെ, ഒന്നിച്ചാണ്, ഗ്രൂപ്പായിട്ടാണ് താമസിക്കുക. ഇവിടെ ബേർഡ് എന്താ പറയുന്നത്? ഐ ബിൽഡ് ദിസ് നെസ്റ്റ് ഇൻ ദ ഹോളോ ഓഫ് ദ ട്രീ ട്രങ്ക് ഫോർ ലേയിങ് എഗ്സ്. അപ്പൊ ബേർഡ് എന്താ പറയുന്നത്? ഞാൻ ഈ ഹോളോ മേക്ക് ചെയ്തത്, ഈ ട്രീ ട്രങ്കിൽ ഹോളോ മേക്ക് ചെയ്തത് മുട്ടയിടാൻ വേണ്ടിയാണ്. നമ്മൾ എന്താണ് ഫില്ല് ചെയ്യാൻ പറയുന്നത്? ദോസ് വിച്ച് ലീവ് ആസ് എ ഗ്രൂപ്പായി കഴിയുന്ന ജീവികളും ദോസ് വിച്ച് ലീവ് സിംഗിൾ ആയിട്ട് കഴിയുന്ന ജീവികളും. അപ്പൊ ഗ്രൂപ്പായിട്ട് കഴിയുന്ന ജീവികളാണ് ഷീപ്പ്, ചെമ്മരിയാട്, പിന്നെ ഡിയർ, മാന്, പെൻക്വിന്, എലിഫൻസ്, ക്യാമൽസ്. ദോസ് വിച്ച് ലീവ് സിംഗിൾ, ടോർട്ടോയിസ്, പോളാർ ബിയർ, സ്ലോത്ത്, കോള,
നമ്മുടെ സ്ലോത്തിന്റെ പിക്ചേഴ്സും സ്ലോത്തിന്റെയും പോളാർ ബിയറിന്റെയും കോളയുടെയും പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ചോദ്യം haven't you seen spider webs? അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 8 കാലിന്റെ കൂടുകൾ കണ്ടിട്ടുണ്ടോ? Look at the differences in the given pictures of webs. പല തരത്തിലുള്ള വെബ്സിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Observe your surroundings as well. Note down the specialities of different type of spider web. എല്ലാ സ്പൈഡർ വെബും ഒരുപോലെയല്ല, പല തരത്തിലുള്ള സ്പൈഡർ വെബ്സ് ഉണ്ട്, അതാണ് ഇവിടെ എഴുതാൻ പറയുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പൈഡർ വെബ്സ്. ഒന്നാമത്തെ ഫണൽ വെബ്സ് എന്നാണ് പറയുക. ഫണൽ വെബ്സ് എന്ന് വെച്ചാൽ these webs are formed in the shape of funnel with a cylindrical hole in the center and sheet like webbing stretching outward to form the base. രണ്ടാമത്തെ orb webs, common kind of webs ആണിത്, സാധാരണ നമ്മൾ കാണുന്നത് തന്നെയാണ് orb webs പറയുന്നത്. It has an overall circular design with elastic silken spokes stretching outward from a center point and spiral connecting the spokes. Tangled webs വെച്ചാൽ these webs are a messy tangle of sticky spindles which leads to them easily collecting dust and other airborne debris. This gives tangle webs a very dirty appearances. And sheet webs, these webs were constructed horizontally and often resemble messy little hammocks or domes depending on whether the web stretches over plants or dips between them. അപ്പോൾ 4 തരത്തിലുള്ള വെബ് ആണ് ഇവിടെ പറയുന്നത്. ഫണൽ വെബ്സ്, ഓർബ് വെബ്സ്, ടാങ്കിൾ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എല്ലാ കൂട്ടരും ക്ലാസ് ഇഷ്ടമായില്ലേ? അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിന്റെ ക്ലാസ് ആണിത്. EVSലെ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്